യെസ് വിദ്യാസാഗർ, എന്തായാലും ശ്രീ നൗഷാദ് ഒരു കാര്യം സമ്മതിച്ചു. ഈ വാവര് ഇസ്ലാം ബന്ധം ഇല്ല എന്ന് പറഞ്ഞു. മാത്രമല്ല, ഇതൊരു 27 കുടുംബങ്ങളുടെ പ്രശ്നം മാത്രമാണ്. ഇസ്ലാം മതത്തിന് അതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം ആധികാരികമായിട്ട് തന്നെ ഇവിടെ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അല്ലേ, ഈ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് പ്രകാരം, 3 ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് പ്രകാരം അവിടെ വാവര് നട ഇനിയും തുടരേണ്ട ആവശ്യമില്ലല്ലോ. അതിലൊരു രസകരമായ സംഭവം എന്താ വെച്ചാൽ അതൊരു ബിസിനസ് ട്രേഡ് സെന്റർ ആയിട്ടാണ് ഇസ്ലാം കാണുന്നത്. ഇസ്ലാമിന് എന്ത് ട്രേഡും ചെയ്യാം. അത് പള്ളിയായിട്ട് അവർ കണക്കാക്കുന്നില്ല. വരുമാനം വരുന്നതോട് അതിനെ തകർക്കാതിരിക്കാൻ അവർ ശ്രമിക്കുകയാണ്. ഇപ്പൊ വിഡ്ഢികളായി ഹിന്ദുക്കളും പോട്ടെ തലവെച്ച് കൊടുക്കുന്നത് മാത്രം അത് ഇല്ലാതിരിക്കും. പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് കേൾക്കാം. അതായത് ഇസ്ലാം മതത്തെ സംബന്ധിച്ച് വ്യാപാരം എന്തും നടത്താം. വ്യാപാരങ്ങൾ നടത്താൻ അവർക്ക് പ്രയാസമില്ല. കച്ചവടങ്ങൾ നടത്താം. അപ്പൊ അങ്ങനെയുള്ളൊരു കച്ചവടമാണ് എരുമേലിയിലെ പള്ളിയും അതുപോലെ വാവര് നടയൊക്കെ അവരെ സംബന്ധിച്ചൊരു കച്ചവടമാണ്. അപ്പൊ അവരെ എന്ത് കച്ചവടം ചെയ്ത് ജീവിക്കാം. ഇസ്ലാമിൽ മാന്യമായ കച്ചവടമാണ്. കുറെ പേര് വരുന്നു, കുറെ വിഡ്ഢികൾ എന്തൊക്കെയോ വിളിച്ചു പോകുന്നു. അവർക്ക് അവർ തൊടാത്ത ഭസ്മം പ്രസാദമായിട്ട് കൊടുക്കുകയും, പണ്ടൊക്കെ എങ്ങനെയെന്നറിയാം അനിൽജി, ഇവിടുന്ന് കഷ്ടപ്പെട്ട അയ്യപ്പന്മാര് നല്ല ഒന്നാന്തരം കുരുമുളകാണ് കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കുക. എവിടെ? വാവർക്ക് കൊടുക്കുന്നു. അപ്പൊ ഈ തങ്ങളോ അല്ലെങ്കിൽ എന്താണ് ആ പർട്ടിക്കുലർ പേഴ്സൺ അത് വാങ്ങി വെച്ചിട്ട് ഹിന്ദുക്കൾക്ക് ഒരു നുള്ളു ഭസ്മം കൊടുക്കും. അപ്പൊ എന്താണ് ഇയാൾ ഭസ്മം തൊടാത്തത്? അയാൾക്കത് വിരുദ്ധമാണ്, ഹറാമാണ്. ഇയാൾ വാങ്ങി വെക്കുന്ന സാധനം എന്താണ്? വിറ്റാൽ നല്ല വില കിട്ടുന്ന കുരുമുളകാണ്. ഇപ്പൊ ഹിന്ദുക്കളെ പോലെയുള്ള വിഡ്ഢികളെ ലോകത്ത് കിട്ടില്ല കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും നഷ്ടക്കച്ചവടത്തിൽ ആനന്ദം കണ്ടെത്തുന്ന മാസക്കിസ്റ്റുകളെ പോലെ ആയിട്ടുണ്ട്. സ്വയം പീഡിപ്പിച്ച് ആനന്ദിക്കുന്ന. ഓരോ മണ്ഡലകാലം വരുമ്പോഴും ഓരോ വിവാദം, ഓരോ പ്രശ്നം. നമുക്കറിയാമല്ലോ 1950 ക്രിസ്ത്യൻ സഭയുടെ അറിവോടുകൂടി തന്നെയാണ് ശബരിമല തീ വെച്ച് നശിപ്പിക്കപ്പെട്ടതും അയ്യപ്പന്റെ വിഗ്രഹം 7 കഷ്ണങ്ങളായി വെട്ടിമുറിക്കപ്പെട്ടതും കോടാലി ജോൺ എന്നൊരാളായിരുന്നു. അപ്പൊ ഈ 2 സമുദായങ്ങൾക്കും ശബരിമലയിൽ ഒരു നോട്ടമുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു നോട്ടമുണ്ട്. കാരണം സ്വാഭാവികമായിട്ട് കാണുന്ന പോലെയുള്ള പള്ളികളല്ല, ക്രിസ്ത്യൻ പള്ളികളല്ല. ചുറ്റുകൂട്ടും എത്രയോ 100 കണക്കിന് പള്ളികൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കാടിന്റെ പല ഭാഗത്തായി. കാട് കയ്യേറി, എസ്റ്റേറ്റ് കയ്യേറിയും, പാഞ്ചാലിമേട്ടിൽ കുരിശു വെച്ച് കയ്യേറിയും ഒരു ഗവൺമെന്റിന് ചോദിക്കാനല്ലാതെ സമാന്തര ഗവൺമെന്റ് പോലെ പ്രവർത്തിക്കുന്ന ക്രിസ്തീയ സഭ ഒരു വശത്ത്, മറുവശത്ത് ആരുടെ ഭൂമിയും തട്ടിയെടുക്കാൻ മടിയില്ലാതെ. നേരത്തെ ഇവിടെ സംസാരിച്ച നൗഷാദ് ഒരു പച്ചക്കള്ളം പറഞ്ഞു. ഇസ്ലാം ആരുടെ ഒന്നും തട്ടിയെടുത്തിട്ടില്ല. ഇസ്ലാമിന് തുടക്കം മുതൽ തന്നെ അന്യന്റെ ആരാധനയോടുള്ള വെറുപ്പ് കൊണ്ടാണ് മതം ഉണ്ടായത് തന്നെ. ജൂതന്മാർ ഒരു പ്രത്യേക രീതിയിൽ ആരാധിക്കുന്നു, അത് ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഉടനെ ദൈവം പറയണം അവരുടെ ആരാധനാലയത്തിൽ നിന്ന്. അപ്പൊ എന്താണ് ഈ റൂട്ട് കോസ് ഓഫ് ഓൾ ഈവിൾ? എന്താണ് എല്ലാ ആക്രമണങ്ങളുടെയും യുദ്ധങ്ങളുടെയും ഒക്കെ റൂട്ട് കോസ് എന്താണ്? ഇസ്ലാമിനെ സംബന്ധിച്ച് ബഹുസ്വരതയുള്ളൊരു സമൂഹത്തിൽ ജീവിക്കുക അസാധ്യമാണ്. ഏകശിലാകൃതമായ ഒരു ഇസ്ലാമിക സമൂഹമാണ് അവർ മനപ്പായസം ഉണ്ണുന്നത്. പലയിടങ്ങളിൽ അത് നടപ്പാക്കി കഴിഞ്ഞു. പക്ഷെ ചിലയിടങ്ങളിൽ സംഘർഷം തുടരുന്നു. അതും നാളെ നേടും എന്ന ചിന്തയിലും വിശ്വാസത്തിലാണ് അവർ ഇരിക്കുന്നത്. ഇസ്രായേലും കൂടി ഇല്ലാതായിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയണം. അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇസ്രായേലും കൂടി ഇല്ലാതായിരുന്നെങ്കിൽ ലോകം എത്ര സുന്ദരമായനെ എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ ഈശ്വര നിശ്ചയം തന്നെയല്ലേ അതും. ഇസ്രായേൽ അവിടെ നിലനിൽക്കുന്നതും നിങ്ങളുടെ ആളുകൾ പോയി അങ്ങോട്ട് പോയി എരന്നടി വാങ്ങുന്നതും ഒക്കെ ഈശ്വര നിശ്ചയമല്ലേ. ഞങ്ങൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നു, നിങ്ങൾ അള്ളാഹ് എന്ന് വിളിക്കുന്നു എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പൊ എന്റെ ചോദ്യം, ശബരിമലയുടെ ആ വാപുരൻ, ബാപ്പരായൻ എന്നൊക്കെയുള്ള പേരുകളാണ്. അത് ഈ ഗോത്രതന്ത്രം എന്ന് വേണേൽ പറയാം. നാടൻ തന്ത്രത്തിൽ ഭൈരവന്റെ മൂർത്തികൾക്ക് അല്ലെങ്കിൽ ശിവഭൂത ഗണങ്ങൾക്ക് ഇടുന്ന പേരാണ് വാപുരൻ അല്ലെങ്കിൽ ബാപ്പരയൻ. ഇപ്പോഴും നമുക്കറിയാം തുളുനാട്ടിൽ, കർണാടകത്തിന്റെ പല പ്രദേശത്തും ബാപ്പരയ്യൻ കോലം കെട്ടി ആടും. ബാപ്പരയൻ എന്ന് പറഞ്ഞാൽ ഒരു ഗുളികനെ പോലെയുള്ളൊരു ഭൂതഗണമാണ്. അപ്പൊ അയ്യപ്പനെ യുദ്ധത്തിൽ സഹായിച്ച ഭൂതഗണമാണ് ഈ ബാപ്പരയ്യൻ അല്ലെങ്കിൽ വാപുരൻ അല്ലെങ്കിൽ വാവർ. പക്ഷേ പലരും കള്ളം പറയുന്നത് ഒരു മുസ്ലിം ഫ്രണ്ട് അയ്യപ്പനെ സഹായിച്ചു എന്നാണ് യുദ്ധത്തിൽ. ഏതുപോലെ മുഹമ്മദ് നബിയെ ജൂതന്മാരുടെ ആരാധനാലയം പിടിച്ചടക്കാൻ വേണ്ടി അലി സഹായിച്ചതുപോലെ ഒരു വ്യക്തിയാണ് വാവരെന്ന് ഇവർ പറഞ്ഞുണ്ടാക്കി. ആ പറഞ്ഞുണ്ടാക്കിയത് ആരാണ് ഇതിൽ വലിയ പങ്ക് വഹിച്ചെന്ന് വെച്ചാൽ നമ്മുടെ തമിഴ് സിനിമയിലെ വില്ലൻ കഥാപാത്രം ചെയ്തിരുന്ന എം എൻ നമ്പ്യാരുടെ ഗുരു
രാജരത്നം പിള്ളൈ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം തമിഴ്നാട്ടിലും കേരളത്തിലും മുഴുവനും നാടകങ്ങൾ നടത്തി അയ്യപ്പന്റെ കഥയെ പറ്റി. അപ്പോൾ കടൽ കൊള്ളക്കാരനായ ഒരു വാവരെ അദ്ദേഹം സൃഷ്ടിച്ചതാണ്. കാരണം ഇതിന് ക്ലൈമാക്സ് വേണ്ടേ സിനിമയ്ക്ക്. അന്നത്തെ സിനിമയാണ് നാടകം, അന്നത്തെ എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ നാടകത്തിൽ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് രാജരത്നം പിള്ള സൃഷ്ടിച്ചെടുത്ത ഒരു കഥാപാത്രമാണ് അക്രമോത്സുകനായ ഒരു മുസ്ലിം ഭടൻ ബാബർ എന്ന പേര്. അതും അയ്യപ്പന്റെ ചരിത്രവും മതപരമായ സാഹിത്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പ്രിയപ്പെട്ട അയ്യപ്പ ഭക്തരോട് ഞാൻ പറയുകയാണ്. ഒരു ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ച്, അവന്റെ വിശ്വാസത്തെ സംബന്ധിച്ച് യാതൊരു തർക്കമോ സംശയമോ അവനില്ല. കാരണം അവന്റെ പണ്ഡിതന്മാർ അവനെ പറഞ്ഞു പഠിപ്പിക്കുന്നു ചെറുപ്പം മുതൽ. ഇവിടെ അങ്ങനെയല്ല. ഞാൻ ചില തമാശകൾ പറയാം അനിൽജി. ശബരിമലയില് ഞാൻ നോക്കുമ്പോൾ, ഞാൻ കരിമല വഴിക്ക് കയറിപ്പോകും ആണ് ചില സമയത്ത് നീലിമല വഴിക്ക് വേഗം കയറിപ്പോകും. ഇത് കയറി പോകുന്ന സമയത്ത് പുറകിൽ നിന്ന് മണിയടിയാണ്. ഇങ്ങനെ മണിയടിച്ചുകൊണ്ട് ആൾക്കാർ വഴി കൊടുക്കുന്നു പോകുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും പൂണൂല് പോലെ എന്തോ ഒന്ന് കെട്ടിയിട്ട് അതിന്റെ അറ്റത്ത് മണി കെട്ടിയിട്ടിരിക്കുക. ചിലർ കഴുത്തിൽ മണി കെട്ടിയിട്ടിരിക്കുക. ആ കിണി 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 ശബ്ദം കൊണ്ട് ഇങ്ങനെ ശബരിമല കയറുകയാണ്. അപ്പൊ ഞാൻ അതിൽ ഒരു ഭക്തനോട് ചോദിച്ചു, തെലുങ്കനാണ്. ഞാൻ ചോദിച്ചു, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ഡൂയിങ് ദിസ്? വാട്ട് ഇസ് ഇറ്റ് എ പാർട്ട് ഓഫ്? ഇസ് ഇറ്റ് എ പാർട്ട് ഓഫ് ദ ട്രഡീഷണൽ ശബരിമല പിൽഗ്രിമേജ്? ഇത് ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമാണോ? അദ്ദേഹം പറയാണ്, ഇത് സ്വാമി മണികണ്ഠനല്ലേ, അതുകൊണ്ട് ഞങ്ങളെല്ലാം മണി കെട്ടിയിട്ടാ വരുന്നത്. എന്നാൽ ഈ മണി എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ കൈമണി അല്ല, അത് രത്നമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ഒരു പണ്ഡിതനുമില്ല. കഴുത്തിലൊരു രത്നം, അയ്യപ്പൻ ജനിച്ചപ്പോൾ തന്നെ കാട്ടിൽ നിന്ന് കെട്ടിയപ്പോൾ തന്നെ കഴുത്തിലൊരു രത്നം, തിളങ്ങുന്ന രത്നം ഉണ്ടായിരുന്നു. ആ കരച്ചിലും വെളിച്ചവും കണ്ടിട്ടാണ് പന്തളത്ത് രാജാവ് പോയി കാട്ടിൽ നിന്ന് കുട്ടിയെ വീണ്ടെടുത്തതെന്നാണ് പറയുന്നത്. അപ്പൊ രത്നത്തിന്റെ സംസ്കൃത ശബ്ദമാണ്, രത്നവും സംസ്കൃതം തന്നെ. മണി എന്നത് സംസ്കൃതത്തിൽ അതിനർത്ഥം രത്നം എന്നാണ്. അപ്പൊ മണികണ്ഠൻ എന്ന് പറഞ്ഞാൽ കഴുത്തിൽ രത്നം ധരിച്ചവനാണ് അർത്ഥം. ഇവിടെ പ്രാകൃതരായ ഭക്തർക്ക്, വിവരമില്ലാത്ത ഭക്തര് മണി എന്ന് പറഞ്ഞാൽ ഉടനെ അത് ഈ മണി കിണിയുള്ള മണി, അതിന് സംസ്കൃതത്തിൽ ഘണ്ട എന്നാണ് പറയുന്നത്. ഘണ്ട, ആ ഘണ്ട അല്ല മണി, മലയാളത്തിലെ മണി. ഇത് നമ്മൾ മനസ്സിലാക്കാതെ ഇങ്ങനെ ഒരുപാട് അനാചാരങ്ങളാണ്. പണ്ടൊരു കാലത്ത് വളരെ വ്യാപകമായിട്ട് പമ്പയിൽ നീരാടാൻ പോയി കഴിഞ്ഞാൽ പമ്പയിൽ മുണ്ട് പറിച്ച് പമ്പയ്ക്ക് കൊടുക്കുക, ഉടുത്ത മുണ്ട് പറിച്ച് പമ്പയ്ക്ക് കൊടുക്കുക. എന്തിനാണ്? പമ്പ നദി നഗ്നയായിട്ട് ഒഴുകല്ലേ, അവൾക്കൊരു വസ്ത്രം കൊടുക്കാം, നമ്മൾ ഉടുത്ത മുണ്ട്. എന്ന് ആലോചിച്ച്, ഹിന്ദുക്കളെ പോലെ തലയ്ക്കകത്ത് കിളി കൂട് കെട്ടിയ വിഭാഗം വേറെ ഉണ്ടോ? അപ്പൊ പമ്പാ നദിക്ക് മുണ്ടിരിക്കട്ടെ, ഒരു നദിയെ മുണ്ടുടിപ്പിക്കാൻ ശ്രമിക്കുക. നദിയെ ആദരിക്കുന്നത് നമ്മുടെ സംസ്കാരമാണ്, നദീതട സംസ്കാരമാണ് നമ്മുടേത്. നദികൾ ഒരു സംസ്കാരവും ലോകത്തില്ല, ഇസ്ലാം ഒഴിച്ച്. സംസ്കാരങ്ങളാണോ നദികൾ പ്രസവിച്ചതാണ്? അത് മെസപ്പൊട്ടേമിയൻ ആണെങ്കിലും ഈജിപ്ഷ്യൻ സംസ്കാരമാണെങ്കിലും ലോകത്ത് എവിടെ, ഭാരത സംസ്കാരമാണെങ്കിലും എല്ലാം നദികൾ പ്രസവിച്ചതാണ്. നദീ പുത്രന്മാരാണ് നമ്മളെല്ലാവരും. നദീതീരത്താണ് നമ്മൾ വീട് വെച്ച് താമസിച്ചിരുന്നത് പണ്ട്. അപ്പൊ നദി പ്രസവിച്ചവർ നദിയെ ആരാധിക്കുന്നത്, നദി നിലനിൽക്കേണ്ടത് ജീവൻ അത്യാവശ്യമാണ്, ജലം ജീവന്റെ അമൃതമാണെന്നൊക്കെ നമുക്കറിയാം. അതിലുപരി അയ്യോ നദി നഗ്നയായിട്ട് ഒഴുകുന്നു, അയ്യപ്പന്മാർ ഉടുത്തമുണ്ട് പറിച്ചു കൊടുക്കുന്ന പരിപാടി. ഇങ്ങനെയുള്ള കുറെ അല്പന്മാരായ അല്പജ്ഞാനികളായ പേർ ചിലർ ഇങ്ങനെ പറഞ്ഞ് എന്തൊക്കെയോ വൈകൃതങ്ങൾ അവിടെ നടന്നു. എം എൻ നമ്പ്യാരുടെ ട്രൂപ്പിൽ എം എൻ നമ്പ്യാർ തന്നെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. എം എൻ നമ്പ്യാർ പറഞ്ഞു, എന്റെ ഗുരുസ്വാമിയായ രാജരത്നം പിള്ള ഒരു നാടകം ഉണ്ടാക്കിയിട്ട് ആ നാടകത്തിലാണ് അയ്യപ്പന്റെ ഈ കഥകൾ മുഴുവൻ, അദ്ദേഹം സൃഷ്ടിച്ച കുറെ കഥകൾ. അയ്യപ്പൻ ജീവിച്ചിരുന്ന കാലഘട്ടം എന്താണ്? നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, ചെമ്പോലയുടെ കഥ പറഞ്ഞല്ലോ. ആ ചെമ്പോലയിൽ എന്താ പറയുന്നത്? അയ്യപ്പൻ ജീവിച്ചിരുന്ന കാലഘട്ടം 1025 AD മുതൽ 1050 AD വരെയാണ്. 25 വയസ്സ് വരെ ഭൗതിക ശരീരത്തിൽ ജീവിച്ചുള്ളൂ. എന്നിട്ട് ആ മലയ്ക്ക് മേലേക്ക് അമ്പ ചെയ്ത് കാണിച്ചിട്ട് അവിടെ ശാസ്താപീഠത്തിൽ ഞാൻ ഉണ്ടാവും, സമാധി ഇരിക്കും. അപ്പോ സമാധി ഉണർന്ന് വൃശ്ചിക മാസം ഒരു മണ്ഡലകാലത്ത്, അതായത് കാനനത്തിൽ എന്തിനാണ് ഒരാൾ പോയിരിക്കുന്നത്? സമാധാനത്തിന് വേണ്ടിയിട്ട്. കാന്താര സൗന്ദര്യവും കാന്താര ഭംഗിയും കാന്താരത്തിന്റെ മൗനവും അനുഭവിക്കാൻ വേണ്ടിയാണ് ഒരു യോഗി അവിടെ തപസ് ചെയ്യുന്നത്. അവിടേക്ക് പോയിട്ട് ഇല്ലാത്ത കച്ചറയും വഴക്കും ഒന്നുമില്ല. ചുറ്റോട് ചുറ്റും ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര നോട്ടമാണ്. അവിടെ മുഴുവൻ ക്രിസ്ത്യാനികൾ ഒരു രേഖയുമില്ലാതെ കുരിച്ചു വെച്ചിരിക്കുകയാണ്, ഇപ്പുറത്ത് ഇവര്. അപ്പൊ എന്തുകൊണ്ടാണ്, നേരത്തെ വിജി തമ്പി സാർ പറഞ്ഞ പോലെ, എന്തുകൊണ്ടാണ് ഇവർ ഈ കൂട്ടർ ഇസ്ലാമികരല്ല? എരുമേലിയിലെ പള്ളി ഇസ്ലാമികമല്ല, വാവർ പള്ളി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, നൈനാർ പള്ളി അല്ലെങ്കിൽ വാവർ നട, ഇതൊന്നും ഇസ്ലാമികമല്ല, അവിടെ പോകുന്നവർ ഇസ്ലാം മതത്തിൽ പെട്ടവരല്ല എന്ന് വഖഫിനോ അല്ലെങ്കിൽ ഔദ്യോഗിക മുസ്ലിം ക്ലറിക്കൽ കമ്മ്യൂണിറ്റിക്കോ പിന്നെ എഴുതിക്കൂടെ? ക്ലറിക് കമ്മ്യൂണിറ്റിക്കോ എഴുതി, അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞുകൂടെ?
പക്ഷെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇസ്ലാമിന് ഏതെങ്കിലും ഒരു ഫുട്വെയർ കട നടത്തുന്ന പോലെ ഒരു ചെരുപ്പ് കട നടത്തുന്ന പോലെ ഉള്ളൂ. ഇസ്ലാമിന് ഒരു വരുമാനം വരുന്നു, അത് നിഷേധിക്കണ്ടല്ലോ എന്ന് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. ഒരു ഈ രണ്ട് സമുദായങ്ങളും, ഇസ്ലാം ക്രിസ്ത്യൻ സമുദായങ്ങൾ രണ്ടും മണി ഓറിയന്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്. നമ്മുടെ വളരെ വ്യത്യാസം. നമ്മുടെ കൾച്ചർ ഓറിയന്റഡ് സൊസൈറ്റിയാണ്. നമ്മൾ സംസ്കാരബദ്ധമായ ഒരു കമ്മ്യൂണിറ്റിയാണ്. അവർ മണി ഓറിയന്റഡ് കമ്മ്യൂണിറ്റിയാണ്. ലാഭം കാണാതെ അവരൊന്നും ചെയ്യില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരെ സംബന്ധിച്ച് ഒരു കച്ചവടമാണ്. അങ്ങനെ ഒരു കട അവിടെ വേണോ? അങ്ങനെ ഒരു ഇസ്ലാമിന്റെ കട അവിടെ വേണോ? മതസൗഹാർദ്ദം എന്ന് എനിക്ക് പറയാമോ? ഒരു മുസ്ലിം അവിടെ കച്ചവടം നടത്തിക്കൊണ്ടേ വരാം. പക്ഷെ അവിടെ നമ്മുടെ വിശ്വാസങ്ങളെ ഹനിക്കുന്ന ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ നാം എതിർത്തേ തീരും. അതിലൊന്ന് ഇതാണ്. ഇനി രണ്ടാമത്തെ വലിയ നുണ, ശബരിമലയിൽ പോയി വരുന്ന തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവിടെ നമ്മൾ ആലപ്പുഴയിലെ മറ്റുള്ള അർത്തുങ്കൽ പള്ളിയിൽ, സെന്റ് സെബാസ്റ്റിനോസിന്റെ പള്ളിയിൽ വെളുത്തച്ഛൻ അവിടെ പിന്നെ മാലയൂരണം. സെബാസ്റ്റിനോസും അയ്യപ്പനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു എന്നാണ് പ്രചരണം. അത് പ്രചരിപ്പിക്കുന്നവരിൽ ഹിന്ദു നാമധാരികളും നമ്പൂതിരി നാമധാരികളുമായിട്ടുള്ള കള്ളന്മാരും. ശബരിമലയിൽ മൂത്രം ഒഴിച്ചിട്ട് ഞാൻ അശുദ്ധിയാക്കിയിട്ടാണെങ്കിൽ എന്നാലല്ലേ ആ മതസൗഹാർദ്ദം അതിന്റെ സമഗ്രതയിലെത്തുള്ളൂ. അല്ല, സമഗ്രതയല്ല, അഗ്രം ചെത്തേണ്ട ഒരു അവസാനം മാത്രം പോരല്ലോ. സെബാസ്റ്റ്യൻ ഇരിക്കട്ടെ. സമഗ്രതയല്ല, അഗ്രം ചെത്തേണ്ട ഒരു അവസാനം. ഇല്ല, ഇങ്ങനെ പോയാൽ അനിൽജി, ഇങ്ങനെ പോയാൽ ചേലാകർമ്മം നടത്തി ജീവിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല്, വെളുത്തച്ഛൻ എന്നാണ് ഇവിടെ വന്നത്. ഗോവയിലെ ഇൻക്വിസിഷന്റെ കാലഘട്ടം 16-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 15-ാം നൂറ്റാണ്ട് അവസാനം 16-ാം നൂറ്റാണ്ടിൽ ഇവര് ഇവിടെ വന്നു. അതിൽ വന്ന ഒരാളാണ് ഈ സെബാസ്റ്റിനോസ്, ജസ്റ്റുട്ട് പാതിരി. അയാൾ എങ്ങനെയാണ് 1025 ജനിച്ച് 1050 സമാധി ഒരു മനുഷ്യന്റെ കൂട്ടുകാരൻ, അവർ ക്ലാസ്മേറ്റ് ആവുക? കഥയിൽ ചോദ്യമില്ല. അപ്പൊ ഇത്തരം കഥകൾ ഉണ്ടാക്കിയവരെയാണ് ആദ്യം നമ്മൾ സംശയിക്കേണ്ടത്. അവർ ഹിന്ദു നാമധാരികളുണ്ട്, അവരാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. ശബരിമല ഞാൻ മൂത്രം ഒഴിച്ചിട്ടാണെങ്കിൽ ഞാൻ നട അടപ്പിക്കുന്ന ഒരുത്തം പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത് വളരെ മതിൽ കെട്ടാത്ത ഒരു വലിയ പറമ്പാണ്. മതിൽ കെട്ടാത്ത പറമ്പിൽ കുറുക്കനും കയറും, കുറുനരി കയറും, എല്ലാ ജീവികളും പാമ്പും ഒക്കെ ഇഴഞ്ഞു വരും. അപ്പൊ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. മതിൽ കെട്ടേണ്ട ഒരു കാലഘട്ടമായി തീർന്നു. നമ്മൾ വർഗീയത പറയും. നമ്മുടെ സാംസ്കാരിക മാനബിന്ദുക്കളെ ആകമാനം ഇത്തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്ത് നശിപ്പിക്കുകയാണ്. അപ്പൊ ഇതിനൊരു മാറ്റം വരേണ്ടതല്ലേ? തീർച്ചയായിട്ടും വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബാപ്പരൈൻ എന്ന ബോധഗണത്തെ എന്തിനാണ് ഞാൻ പറയാം. മിക്ക ക്ഷേത്രങ്ങൾ, ഇപ്പൊ അജന്ത എല്ലോറയിലെ ശിവക്ഷേത്രം ഒക്കെ ആണെങ്കിലും ഇപ്പോഴും സയന്റിസ്റ്റുകൾ ഞെട്ടുകയാണ്. ഇത് മനുഷ്യ സാധ്യമല്ലെന്ന് തീർത്തു പറയണവര്. എന്താ കാര്യം? ഭൂതഗണങ്ങൾ മിക്ക ക്ഷേത്രങ്ങളിലെയും പണിയിൽ അല്ലെങ്കിൽ പിന്നെ നിർമ്മാണത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് നമ്മുടെ അനുഭവം, വിശ്വാസം. അതുപോലെ തന്നെ അയ്യപ്പന്റെ യുദ്ധത്തിലും, അയ്യപ്പൻ സാധാരണ ആളല്ല, ശാസ്താവിന്റെ അവതാരമായിട്ടാണ് നമ്മൾ മാനിക്കുന്നത്. ആ അയ്യപ്പനും ഇതുപോലെ ഭൂതഗണങ്ങളുടെ അതുകൊണ്ടുള്ള ഭൂതനാഥനാണല്ലോ, ഭൂതനാഥ സദാനന്ദ എന്നാണല്ലോ ധ്യാന ശ്ലോകം തന്നെ. ആ ഭൂതനാഥനെ സഹായിക്കാൻ ഭൂതഗണങ്ങൾ വന്നിരിക്കാം. അവരിൽ ഒരു ഭൂതഗണമായ ബാപ്പുരനെ അല്ലെങ്കിൽ ബാപ്പരയ്യൻ എന്ന തുളുവ് നാട്ടിലെ ഭൂതഗണത്തെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും. അതിൽ ഇസ്ലാം മതത്തിന്റെ പങ്കെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് പറഞ്ഞാലും ഒരു മതേതരം വരുത്തുക. പണ്ടൊക്കെ നമ്മൾ എന്ന് പറയുമ്പോൾ ഒരു വാക്ക്, നല്ല വാക്കാണ് പഠിക്കുക, കമൽ. അപ്പൊ കമലെന്ന് ഇപ്പൊ പറഞ്ഞാൽ പറ്റില്ല, BJP ആയി പോകും. അപ്പൊ അടുത്ത ഖഗം, പക്ഷി, പറ്റില്ല, ഗരുഡനെ വിചാരിക്കുക, അതുകൊണ്ട് നഖം നാക്കി. പോട്ടെ, ഗണപതി, ഭയങ്കര വർഗീയായി. അപ്പൊ വേണ്ട, ഗർദഭം നാക്കി, കഴുതാണ്. ഇങ്ങനെ ഓരോന്നിലും ഹൈന്ദവമായ എല്ലാ ബിംബങ്ങളെ എടുത്തു മാറ്റാനുള്ള ഒരു ഉത്സുകത ഈ എല്ലാ ഗവൺമെന്റ്, ഇടതും വലതും വ്യത്യാസമൊന്നുമില്ല. ഈ ഹിന്ദു വിരുദ്ധതയെ ഇടതാണോ വലതാണോ മുമ്പിൽ എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. രണ്ടുപേരും മത്സരിക്കുകയാണ്. പക്ഷെ ഇതിനിടയിൽ ലാഭം കൊയ്യുന്നത് ആഗോള സാമ്പത്തിക ശക്തികളായിരിക്കുന്ന രണ്ടു മതങ്ങളാണ്. അതുകൊണ്ട് വാവർ നട എന്ന രീതിയിൽ അത് ഇസ്ലാം ഒരു വ്യാപാര സ്ഥാപനം പോലെ കൊണ്ടു നടക്കുകയാണ്. അവിടെ കൊണ്ട് കാശ് ഇടുന്നതിനെ പറ്റി ഹിന്ദുക്കൾ 1000 വട്ടം ആലോചിക്കണം. കാരണം ചെയ്യുന്നത് നിങ്ങൾ ഈ ശബരിമല ആചാരത്തിന്റെ ഭാഗമായ ഒരു കാര്യമേ അല്ല എന്ന് തീർത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ.